എന്ന് രാവിലെ നീച്ചാൽ ഇൻ്റെയും ഉമ്മാൻ്റെയും സംശയമാണ് എത്താ പന്നുണ്ടാക്കമ്മാന്ന്. അങ്ങനെ ഏതായാലും 4-ാം നോമ്പിൽ ഞങ്ങൾ ഏതായാലും കുറച്ച് പുളിച്ചി ദോശയും കുറച്ച് ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ അത് ആയിക്കോളും അരച്ച് കാണ്ട് ഇമ്മ അരി കുറച്ച് വെള്ളത്തിലിട്ടി. ഞാൻ പിന്നെ അത് അരച്ചു കാണ്ട് കുളിച്ചാൻ പോവാരിച്ചു. അങ്ങനെ ഏതായാലും അത് അരച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കുളിയും നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ അടുപ്പത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ അടുപ്പത്തേക്ക് ഇറങ്ങിക്കാണ്ട് ലേസം കോഴിക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിച്ചു കാണ്ട് അത് അരിഞ്ഞുകാണ്ട് പിന്നെ ഞാൻ അവിടെ അടുപ്പത്ത് ഉള്ളി വേവാൻ വെച്ചേ. കുക്കറിനെ നോക്കണ്ട, കുക്കർ തന്നെയാണ്. ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് കോഴിക്കറിയൊക്കെ ഉണ്ടാക്കൽ, അടുപ്പത്ത് തന്നെയാണ് കോഴിക്കറിയും ഒക്കെ ഉണ്ടാക്കൽ. പക്ഷേങ്കിൽ ആ കുക്കറിൻ്റെ ചട്ടി മാത്രമേ ഉള്ളൂ, മൂടിയില്ല. മൂടിയാക്കാൻ പറ്റൂല, അതിൻ്റെ മൂടിയൊക്കെ എത്തോ കുഴപ്പമുണ്ട്. അങ്ങനെ മൂടച്ചട്ടി വെച്ചുകൊണ്ടൊക്കെ മൂടിയൊക്കെൽ. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദോശമാവിൻ്റെ അടുത്തേക്ക് വന്നത് ഒരു തുള്ളി പൊന്തിയിട്ടില്ല. എത്തിയപ്പോൾ അതിന് പറ്റിയാവുക. അങ്ങനെ ഏതായാലും ഞാൻ കാബേജ് അരിയാൻ തുടങ്ങിട്ടോ. ഉപ്പേരി എത്തേലും വേണ്ടേ. മുട്ടക്കോസ് ഇവിടെ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ അതിക്ക് തേങ്ങയും പച്ചവെള്ളമൊക്കെ ഇട്ടുകൊണ്ട് ഇഷ്ടമുള്ളൂ. അങ്ങനെ അത് അരിഞ്ഞ് കണ്ട് ഞാൻ പിന്നെ കോഴിൻ്റെ അടുത്ത് പോയി നോക്കി. കോഴിയെല്ലാം ഉസാറായി കണ്ടിട്ട് വന്നേക്കണം. അപ്പോൾ അതിക്ക് ലേസം മല്ലിച്ചപ്പും കൂടിയാണ് ഇട്ടുകൊണ്ട് ഞാൻ ആ കോഴിനെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ ഞാനവിടെ ചീനച്ചട്ടി വെച്ച് കണ്ട് കാബേജ് തീമക്കാലോ, എന്നിട്ട് വേണം ചോറിയും ഇടാൻ. അപ്പോൾ അത് തീമച്ച് കണ്ട് ഞാൻ പിന്നെ മക്കളെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മക്കളൊക്കെ അവിടെ മുറ്റത്ത് പെരും കളിയാണ്. അങ്ങനെ ഏതായാലും അതിക്ക് തേങ്ങ ഇട്ടരിച്ച് കണ്ട് 2 ചീരുള്ളിപ്പണിയും ഒരു ഇഞ്ചിക്കണ്ടും ഒരു പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് ആ തേങ്ങ ഒന്നാണ് മിക്സിയിലാണ് അടിച്ച് കണ്ട് കാബേജൊക്കെ ഇട്ട് കണ്ട് 4 ഇളക്കി കണ്ട് കാബേജ് അവിടെ നിന്ന് വാങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കഞ്ഞിക്കുടുക്കനെ തീമാക്കാൻ നിന്നത്. കഞ്ഞിക്കുക്കനെ തീമച്ച് കണ്ട് പിന്നെ ഞാൻ കോഴിക്കറിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ കോഴിക്കറി അല്ല ഇതിൽ അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. തിളച്ചാൽ വേണ്ട അരി ആയതുകൊണ്ട് റേഷൻ പീടികത്തെ അരിയാണ്. അപ്പോൾ പിന്നെ തിളച്ചാൽ വേണ്ട അരിയാണല്ലോ. അങ്ങനെ അത് വെന്ത് ഉറ്റിക്കാണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണിക്ക് നിന്നത്. അങ്ങനെ ഏതായാലും ചോറ് ഊറ്റലും വേഗം കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ദോശ ചൂടാൻ നിന്നു. ദോശൻ്റെ ആലോചിച്ചുമ്പോൾ തന്നെ സങ്കടമാവുകയാണ്. എത്തിയ പറ്റിയാവാം. പിന്നെ ഇപ്പോൾ പുതിയാപ്പിളാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഉള്ളല്ലോ വിചാരിച്ച് കണ്ട് ഞാൻ പിന്നെ ചൂടൽ തുടങ്ങി. അങ്ങനെ ഏതായാലും 1ഉം 2ഉം ഒക്കെ ചുട്ട് ഞാൻ പിന്നെ വാങ്ങി വെച്ചു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ നോമ്പറക്കാൻ. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ.